അപ്പം നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ആയാലോ. അപ്പോൾ പാൻ ചൂടായിട്ട് ഉള്ളിയിട്ട് കൊടുക്കാം. ഉള്ളിയിട്ടിട്ട് നന്നായി വഴറ്റുമ്പോൾ നന്നായി വഴറ്റി കൊടുക്കണം. ഉള്ളിയിട്ട് നന്നായി വഴറ്റിയിട്ട് ഇഞ്ചി പച്ചമുളകും ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒരുമിച്ച് ചതച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ആവി കയറുമ്പോൾ നന്നായി വഴഞ്ഞു വരും. അതിൻ്റെ വന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ തക്കാളികൾ ചെറുങ്ങനാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വട്ടത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് മെൽറ്റായി വരും. ചൂടാവിയിൽ പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായി പേസ്റ്റ് പോലെ ആവണമെന്നൊന്നുമില്ല. നല്ലോണം വേണ്ട നമുക്ക് അപ്പം തന്നെ മീനിട്ട് കൊടുക്കാം. ഇത് കൂന്തൽ റോസ്റ്റ് ആയതുകൊണ്ട് കൂന്തൽ മീൻ അത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് വെള്ളം പെട്ടെന്ന് പൊടിഞ്ഞു വരും. ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും ഇതിന് തന്നെ ഇഷ്ടം പോലെ വെള്ളം വരും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ വന്ന വെള്ളം നമുക്ക് വറ്റിച്ചെടുത്താൽ മതി. ഈ ടൈമിലാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇതുവരെ ഇതിക്ക് ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഒന്ന് അടച്ചു വെച്ചു വരുമ്പോഴത്തേനും നല്ലോണം വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് വറ്റിച്ചെടുത്താം. കുറഞ്ഞ ഗ്രേവി വേണമെങ്കിൽ എങ്ങനെ ഇടാം. അപ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഈ പാക്കറ്റ് റെഡിമെയ്ഡ് വാങ്ങൂലേ, ആ ഗരം മസാലയാണ്. ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു ഇത്ര ഗ്രേവി ആയപ്പോൾ തന്നെ ഓഫ് ചെയ്തു. പിന്നെ പൊറാട്ടൻ്റെ കൂടെയാണ് ഞങ്ങളിത് കഴിച്ചത്. അപ്പോൾ പൊറാട്ടയ്ക്കായാലും ചോറിനായാലും അപ്പത്തിനായാലും ഒക്കെ തിന്ന് നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മെസ്സേജ് അയക്കണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബായ്.